അസ്സലാമലൈക്കും. വലൈക്കും സലാം. എന്താ വിശേഷം? സുഖം. ജാമ്യ നദിയിൽ പഠിക്കണം അല്ലേ? ഖുറാനും സ്കൂളും ഒക്കെ സംയുക്തമായിട്ട്. ഓക്കെ. എന്തൊക്കെ പഠിക്കുന്നുണ്ട്? ഖുറാൻ മാത്രമാണോ പഠിക്കുന്നത്? അല്ല, ഹദീസും ഒക്കെ ഉണ്ട്. തജ്വീദുമായി ബന്ധപ്പെട്ട് തുഹ്ഫത്തുൽ അത്ഫാലൊക്കെ പഠിക്കുന്നുണ്ട് അല്ലേ? പിന്നെ ഹദീസിൽ ഇപ്പൊ എന്തൊക്കെ പഠിച്ചു? ഹദീസിൽ ഇപ്പൊ 2 ബാബ് പഠിച്ചു. ഫളലു തലബിൽ ഇൽമു ഫളലു തഅല്ലുമിൽ ഖുർആൻ. ഇൽമ അന്വേഷിക്കുന്നതിന്റെ പ്രാധാന്യവും അതുപോലെ തന്നെ ഖുർആൻ പഠനത്തിന്റെ മഹത്വം അല്ലേ? അപ്പൊ ഖുർആൻ പഠനത്തിന്റെ മഹത്വവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഹദീസ് പഠിച്ചു? 3 ഹദീസുകൾ പറഞ്ഞു. أنا عثمان بن عفان رضي الله عنه عن النبي صلى الله عليه وسلم قال خيركم من تعلم القرآن وعلمه رواه البخاري. ഇത് റിപ്പോർട്ട് ചെയ്ത ആരാ? ഇത് ബുഖാരി റിപ്പോർട്ട് ചെയ്തതാണ് അല്ലേ? ഇത് നിവേദനം ചെയ്തത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അല്ലേ? നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരായ ആൾക്കാരാണ് ഖുർആൻ പഠിക്കുന്നവരും വേറെന്താ പഠിച്ച ഹദീസ്? أنا عائشة رضي الله عنها قالت قال النبي صلى الله عليه وسلم مثل الذي يقرأ القرآن وهو حافظ له مع السفرة الكرام البررة ومثل الذي يقرأ وهو يتعهد وهو عليه الشديد فله أجران متفق عليه. മുത്തഫഖുൻ അലൈഹി. ഇതില് എന്താണ് ഈ ഹദീസിൽ പറയുന്നത്? എന്താ ഇതിന്റെ ഉള്ളടക്കം? എന്താ ഖുർആന് പിന്നെ ഓതുന്നവർ ആരുടെ കൂടെ ആയിരിക്കുന്ന പറഞ്ഞത്? അതായത് മലക്കുകൾ കൂടെ ആയിരിക്കും. പിന്നെ ഖുർആൻ പാരായണം ചെയ്യുന്നവർ, പ്രയാസപ്പെട്ട് പാരായണം ചെയ്യുന്നവർക്ക് എത്ര പ്രതിഫലം ഉണ്ടെന്ന് പറഞ്ഞാൽ ഫലഹു 2 പ്രതിഫലം ഉണ്ട് അല്ലെ? ഒന്ന് പ്രയാസപ്പെട്ടതിന്റെ കൂലിയുണ്ട്, മറ്റൊന്ന് ഖുർആൻ ഓതിയതിന്റെ കൂലിയുണ്ട്. ഓക്കെ. മൂന്നാമത്തെ ഹദീസ് എന്താ? عن أبي أمامة الباهلي رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول اقرأوا القرآن فإنه يأتي يوم القيامة شفيعا لأصحابه رواه مسلم. ഓക്കെ, മാഷാ അല്ലാഹ്. എന്താ ഈ ഹദീസിൽ പറഞ്ഞ ഒരു ആശയം പറയോ? യൗമുൽ ഖിയാമയിൽ വരുമ്പോൾ നമ്മള് ഷഫിയാൻ ലി അസ്ഹാബി ഖുർആൻ ഓതിയവർക്ക് വേണ്ടിയിട്ട് ഖുർആൻ എന്ത് ചെയ്യും? നമുക്ക് നാളെ വേണ്ടി അള്ളാഹുവിനോട് ശുപാർശ ചെയ്യും അല്ലെ? റെക്കമെൻഡ് ചെയ്യും. നാളെ പിന്നെ നബിമാര് ഷഫാഅത്ത് ചെയ്യും, അതുപോലെ തന്നെ സത്യവിശ്വാസികൾ ഷഫാഅത്ത് ചെയ്യും, ചെറിയ മക്കളിന്റെ ഷഫാഅത്ത് ഉണ്ടാവും, അതുപോലെ തന്നെ ശുഹദാക്കളുടെ ഷഫാഅത്ത് ഉണ്ടാവും. ആ കൂട്ടത്തില് ഖുർആനും നോമ്പും ഒക്കെ എന്ത് ചെയ്യും? നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ജസാഖല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം.